പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചുനീലാണ്ടൻ. കൊച്ചുനീലാണ്ടാ, അമ്മ അടുക്കളയിൽ നിന്ന് വിളിക്കും. അവൻ വിളി കേൾക്കില്ല. മുറ്റത്തെ അമ്പഴമരത്തിന്റെ തുമ്പത്തിരുന്ന് അവൻ ഉറക്കെ ചിരിക്കും. അമ്മ മുറ്റത്തേക്ക് ഓടി വരും, കയ്യിലൊരു മരക്കയിലും പിടിച്ച്. അതവൻ്റെ നേരെ ഉയർത്തി കാണിച്ചുകൊണ്ട് അമ്മ കലി തുള്ളും. എടാ തെമ്മാടി, താഴെ ഇറങ്ങ്. മരത്തിൻ്റെ മേളിൽ കയറരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? താഴെ ഇറങ്ങാനാണ് പറഞ്ഞത്. കൊച്ചു നീലാണ്ടൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് കുടുകുട ചിരിക്കും. അമ്പഴമരത്തിന് സ്വതവേ ഉറപ്പില്ല. മരത്തിൻ്റെ ഒത്ത മുകളിലാണ് അവൻ്റെ ഇരിപ്പ്. അമ്മയുടെ മനസ്സിൽ പരിഭ്രമം തിരയടിച്ചുയരും. ഒപ്പം എന്തെന്നില്ലാത്ത ദേഷ്യവും. അമ്മയുടെ ശുണ്ഠി കാണുമ്പോൾ കൊച്ചുനീലാണ്ടൻ ചിരിക്കും. അവനങ്ങനെയാണ്. ആരും ദേഷ്യപ്പെടുന്നത് അവനിഷ്ടമല്ല. ആരും ശുണ്ഠിയെടുക്കുന്നത് അവനിഷ്ടമല്ല. അവസാനം അമ്മ അപേക്ഷിക്കും, മോനെ, എൻ്റെ കൊച്ചുനീലാണ്ടാ, താഴെ ഇറങ്ങടാ. അമ്മയുടെ മുഖത്തേക്ക് അവൻ നോക്കും. ആ കണ്ണുകളിലെ സങ്കടഭാവം കാണുമ്പോൾ അവൻ താഴെ ഇറങ്ങും. കൊച്ചുനീലാണ്ടന് വയസ്സ് 8 4ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. അവൻ്റെ അച്ഛൻ പട്ടാളത്തിലാണ്. അച്ഛന് വലിയ കൊമ്പൻ മീശയുണ്ട്. കഴിഞ്ഞ കൊല്ലം അച്ഛൻ ലീവിൽ വന്നപ്പോൾ അവൻ ചോദിച്ചു, അച്ഛാ അച്ഛാ, അച്ഛനെന്തിനാണ് ഇത്ര വലിയ മീശ? കൊമ്പൻ മീശ നല്ലതാണ്, അച്ഛൻ പറഞ്ഞു. കൊച്ചുനീലാണ്ടന് കൊമ്പൻ മീശ കൊണ്ടുള്ള ആവശ്യം മനസ്സിലായില്ല. ആളുകളെ പേടിപ്പിക്കാനായിരിക്കും. കൊമ്പൻ മീശ കണ്ടാൽ പേടിക്കുമോ? അവൻ അച്ഛനെ ഒട്ടും പേടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ലീവിൽ വന്നപ്പോൾ അച്ഛൻ അവനെ തല്ലിയിട്ടുണ്ട്. അച്ഛൻ്റെ അപ്പോഴത്തെ മുഖഭാവം ഇന്നും അവൻ്റെ മനസ്സിലുണ്ട്. കൊമ്പൻ മീശ വിറപ്പിച്ചുകൊണ്ട് കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അച്ഛൻ അവൻ്റെ മുമ്പിൽ വന്നു നിന്നു. എന്തിനാണ് അച്ഛൻ തല്ലിയത്? ഓർമ്മയുണ്ട്. കൊച്ചുനീലാണ്ടന് നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് ഉറങ്ങുകയായിരുന്നു. സ്കൂളില്ലാത്ത ഒരു ദിവസം കൊച്ചുനീലാണ്ടൻ അച്ഛൻ്റെ സമീപം ചെന്നിരുന്നു. കൊമ്പൻ മീശയുടെ കിടപ്പ് ആകപ്പാടെ ഒന്ന് പരിശോധിച്ചു. അവന് ഒരു സൂത്രം തോന്നി. ഒരു നീളമുള്ള ചാക്കുചരടെടുത്തു. മീശയുടെ ഒരറ്റത്ത് ചരട് കെട്ടിയിട്ടു. ചരടിൻ്റെ മറ്റേ അറ്റം കട്ടിലിൻ്റെ കാലിലും. കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പരിശോധിച്ച ശേഷം അവൻ മുറിയിൽ നിന്നും പുറത്തു വന്നു. നേരെ മുറ്റത്തേക്കിറങ്ങി. അമ്പഴമരത്തിൽ പാഞ്ഞു കയറി. മുകളിലുള്ള കൊമ്പുകളിലൊന്നിൽ സുഖമായി ഇരുന്നു. അമ്മ അകത്തുനിന്ന് വിളിക്കുന്നത് കേട്ടു. കൊച്ചുനീലാണ്ടാ, എന്താ? അവൻ വിളി കേട്ടു. മരത്തിൽ കയറുണ്ടായിരുന്നു. വല്ലാത്ത വെയിൽ. തലയും ഉടലും പൊള്ളുന്നതുപോലെ തോന്നി. അമ്മ പതിവ് പോലെ താഴെ നിന്നുകൊണ്ട് ശകാരവർഷം ചൊരിഞ്ഞു. അവസാനം അമ്മ പറഞ്ഞു, ഈ വെയിലത്ത് അമ്പഴത്തിൻ്റെ മുകളിൽ ചെന്നിരിക്കാൻ നിനക്ക് തോന്നിയില്ലോ? ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം. കൊച്ചുനീലാണ്ടന് ചിരി വന്നു. അമ്മ വീടിനുള്ളിലേക്ക് നടന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.